ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ദൈവവചനത്തിൻ്റെ കേൾവിക്ക് ആയിട്ട് നിങ്ങളെ വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സംസാരിക്കുന്ന ദൈവവചനത്തിൻ്റെ കേൾവിയിലേക്ക് വിശേഷാൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം ഇവിടെ വായിക്കുകയാണ്. അത് യേശു താൻ തിരുവായി മൊഴിഞ്ഞതാകിയാൽ അതിന് ഒരമിത പ്രാധാന്യമുണ്ട്. ആ വാക്യം 24 അധ്യായത്തിൻ്റെ 27 വാക്യമാണ്. മത്തായി സുവിശേഷം 24 അധ്യായത്തിൻ്റെ 27 വാക്യം. മിന്നൽ കിഴക്കു നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവും ആകും. മിന്നൽ കിഴക്കൂന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവും ആകും. അപ്പൊ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യപുത്രന്റെ വരവിനെ പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വരവിനെ പറ്റിയാണ്. ആ യേശുവിൻ്റെ വരവിനെ പറ്റിയുള്ള വിശദീകരണം മത്തായി 24 അധ്യായത്തിൻ്റെ 27 വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: മിന്നൽ കിഴക്കൂന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും. അപ്പം ആ യേശുവിൻ്റെ വരവ് എങ്ങനെയാണെന്നുള്ള ഒരു വിശദീകരണമാണ് ആ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. മിന്നൽ കിഴക്കൂന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്ന പോലെയാണ് മനുഷ്യപുത്രന്റെ വരവ് ആകുന്നത്. എന്ന് പറഞ്ഞാൽ മിന്നൽ കിഴക്കൂന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്ന പോലെയാണ് മനുഷ്യപുത്രന്റെ വരവാകുന്നതെന്നാണ് മത്തായി 24-27. ഇനി താഴേക്കും കൂടെ നമുക്കൊന്ന് വായിക്കാം. 30 വാക്യം, 24 അധ്യായത്തിന്റെ 30 വാക്യം. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളിലും. അപ്പൊ ഇതാണ് മത്തായി സുവിശേഷം 24 അധ്യായത്തിലെ കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ പ്രഖ്യാപനം. ആദ്യത്തേത് നമ്മൾ 24 അധ്യായത്തിന്റെ 27 വാക്യത്തിൽ വായിച്ചു. മിന്നൽ കിഴക്കൂന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാ. അത് എന്നിട്ട് 30 വാക്യത്തിൽ പിന്നെ വിശദീകരിക്കുകയാണ്. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തു വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട്. മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അപ്പം മിന്നൽ വിളങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ വിശദീകരണം തരികയാണ്. മേഘങ്ങളിൽ മനുഷ്യപുത്രൻ വരുന്നത് മഹാശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ മനുഷ്യപുത്രൻ വരുന്നത്. ഇത് മത്തായി സുവിശേഷം 24 അധ്യായത്തിന്റെ 27 വാക്യവും 30 വാക്യവുമാണ്. ഇനി ഇതേ അധ്യായത്തിന്റെ തന്നെ താഴേക്ക് നിങ്ങൾ നോക്കിക്കേ. അങ്ങനെ 34 വാക്യം, 34 വാക്യം, 24 അധ്യായത്തിന് 34 വാക്യം അതോടെ വായിച്ചു സിസ്റ്ററെ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നോക്കി. മിന്നൽ കിഴക്കുന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും. മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങുമ്പോൾ ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് അവന്റെ അടുക്കൽ വരും. മനുഷ്യപുത്രൻ മേഘങ്ങളെ വാഹനമാക്കി മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരും എന്ന് പറഞ്ഞിട്ട് ആ വരവിന് ഒരു ടൈം പീരീഡ് വെച്ചിരിക്കുക താഴെ. ഈ തലമുറയിൽ ഈ 34 വാക്യം ശ്രദ്ധിച്ചേ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിന്റെ 34 വാക്യമാണ് പറഞ്ഞത്. അതായത് 24 അധ്യായത്തിൽ 27 അടയാളങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. രാജ്യത്തോടെ എതിർക്കും, സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ രക്തവർണ്ണമായി പ്രകാശം കൊടുക്കാതിരിക്കും. ഇങ്ങനെ വിശദീകരണം എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, മിന്നൽ കിഴക്കൂന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവാകും. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ 31 വാക്യം. അത് നമുക്ക് വേണമെങ്കിൽ 30-31 ഒന്ന് ചേർത്ത് വായിക്കാം. 30-31 ഒന്ന് വായിച്ചോ. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും
പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അപ്പൊ ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് 34-ാമത്തെ വാക്യം. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ. മേളി പറഞ്ഞ കാര്യം താഴെ എടുത്ത് പറയുക, ഇതൊക്കെയും. അതിന്റെ അർത്ഥം എന്നാ? മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിവൃത്തിയാകുന്നത് വരെ ഈ തലമുറ ഇവിടെ തന്നെ കാണുമെന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ തലമുറയിൽ തന്നെ അത് സംഭവിക്കുമെന്നാണ്. ശ്രദ്ധിച്ച് കേൾക്കണമേ. ഈ മനുഷ്യപുത്രന്റെ ഇങ്ങനെയുള്ള വരവ് ഈ തലമുറയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ ഏത് തലമുറയിൽ നിന്നുകൊണ്ട് യേശു ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയോ അതേ തലമുറയിൽ തന്നെ അത് സംഭവിക്കുമെന്നാണ് യേശു പറഞ്ഞത്. കാരണം കർത്താവിന് തെറ്റ് പറ്റിയിട്ടില്ല. 34-ാമത്തെ വാക്യം ഞാൻ പിന്നെയും നിങ്ങൾക്ക് വേണ്ടി വായിപ്പിക്കാം. 34-ാമത്തെ വാക്യം. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട്. തലമുറ എന്ന പ്രയോഗമാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം, തലമുറ എന്ന ഏതിനെയൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ദിസ് ജനറേഷൻ, ഈ തലമുറ, ജന എന്നും ജനിയ എന്നും പരിഭാഷപ്പെടുത്താൻ പറ്റുന്ന ഗ്രീക്കിലെ പ്രയോഗം. ടോ എന്ന വാക്കിന്റെ അർത്ഥം ദിസ്. ടോ ജനിയ, ഈ തലമുറ. അപ്പം യേശു പർട്ടിക്കുലർലി ഒരു ജനറേഷനോടാണ് സംസാരിക്കുന്നത്. ആ ജനറേഷനോട് പറയുമ്പോൾ, ആ തലമുറയോട് പറയുമ്പോഴാണ് കർത്താവ് പറയുന്നത് ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. കരമടിച്ചു വന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് സംശയ നിവാരണം വരുത്താൻ ഞാൻ ഈ വചനത്തിലൂടെ ആഗ്രഹിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോടുകൂടെ മേഘങ്ങളിൽ, ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വിശദീകരിച്ചിട്ട് പൗലോസ് അവസാനം പറയുന്നില്ല ഇതൊക്കെ ഈ തലമുറയിൽ നടക്കുമെന്ന്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ഒന്ന് പറഞ്ഞോ അത് വേണമെങ്കിൽ. ആ വാക്യങ്ങൾ ഇപ്പോൾ നമ്മൾ കേട്ട ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ പൗലോസ് വിശദീകരിക്കുകയാണ്. വിശദീകരിച്ചിട്ട് പൗലോസ് കർത്താവ് പറഞ്ഞതുപോലെ അത് ഈ തലമുറയിൽ സംഭവിക്കും എന്ന് എടുത്തു പറയുന്നില്ല. പക്ഷെ യേശു ഇവിടെ എടുത്തു പറയുന്നു, അതെ, ഇതൊക്കെ ഈ തലമുറയിൽ തന്നെ സംഭവിക്കും. 34-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചു. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് പറഞ്ഞ ഈ തലമുറയിൽ തന്നെ ഇത് സംഭവിക്കും. ഈ തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുൻപ് തന്നെ ഇത് സംഭവിക്കും. ഈ തലമുറ തീരുന്നതിന് മുമ്പ് ഇത് സംഭവിച്ചിരിക്കും. ഇനി അക്ഷരാർത്ഥത്തിൽ ഈ തലമുറ തീരുന്നതിന് മുമ്പേ സംഭവിക്കുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വരവ് സംഭവിക്കുമെന്ന് വേറെ വല്ലയിടത്തും പറഞ്ഞിട്ടുണ്ടോ? അതുകൂടെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഞാൻ ചില വാക്യങ്ങൾ പെട്ടെന്ന് ഇവിടെ വായിപ്പിക്കാം, നിങ്ങൾക്കത് പറ്റുമെങ്കിൽ വേഗം നിന്ന് എടുക്കുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം തന്നെ 16-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം. 16-ന്റെ 28. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം. കണ്ടോ, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പം ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ഇവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യപുത്രന്റെ വരവാകും, യേശു വീണ്ടും വരും. ഒന്നുകൂടി ആ വാക്യം വേണമെങ്കിൽ ഒന്ന് വായിച്ചോ. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ. ഒരു ഗ്രൂപ്പ് അവിടെ നിൽക്കുക, ശിഷ്യന്മാരുടെ. യേശു പറയാണ് മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായി എന്ന് പറഞ്ഞ ഇവര് മരിക്കുന്നതിനിപ്പുറം തന്നെ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരും. അതാ പറഞ്ഞത്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. ഇല്ല, ശക്തിയോടെ ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. അത് എടുത്തു പറയുന്നുണ്ട്. ചിലർ എന്ന് മാത്രമല്ല പറയുന്നത്, ചിലർ ഈ നിൽക്കുന്നവരിൽ എന്ന് പറഞ്ഞ ഇവര് മരിക്കുന്നതിന് മുൻപ് ഈ സംഭവം നടന്നിരിക്കും.
ഇത് തന്നെ മത്തായി 24:34 നമ്മളിപ്പോ വായിച്ചത്. ഇതൊക്കെയും സംഭവിക്കുള്ള ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. ഇത് തന്നെയാ കർത്താവ് മത്തായി 16:28 പറഞ്ഞത്. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് അത് എടുത്തു പറഞ്ഞിരിക്കുക. സത്യമായി. കാരണം ഈ വാക്കിന് യാതൊരു മാറ്റവുമില്ല. കാരണം യേശു പറഞ്ഞ വാക്കാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടത്? കർത്താവ് പറഞ്ഞാൽ ആ വാക്കിന് മാറ്റമില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വാക്യം വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഒരു സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് കർത്താവ് വീണ്ടും അതിനെക്കുറിച്ച് സത്യമായി എടുത്തു പറയാ ഈ നിൽക്കുന്നവരിൽ ഉണ്ട്. ഈ നിൽക്കുന്നവരിലുണ്ട്. അപ്പൊ ഇവിടെ ഇത് രണ്ടും വലിയൊരു തെറ്റിദ്ധാരണ സാധാരണക്കാരൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആ മിന്നൽ കിഴക്കുന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്ന വരവും, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ മരിച്ചവരുടെ ഉയർപ്പും ജീവനോടെ ശേഷിക്കുന്നവരുടെ രൂപാന്തരവും സംഭവിക്കുന്ന വരവും, അത് രണ്ടും ഒന്നായിട്ട് ആൾക്കാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ അത് രണ്ടായിട്ടാണ് യേശു പറഞ്ഞത്. ഒന്ന്, ആ തലമുറയിൽ നടക്കുമെന്നും, രണ്ട്, ആ തലമുറയിൽ മരണം ആസ്വദിക്കാത്ത ചിലരിവിടെ നിപ്പുണ്ടെന്നും യേശു ഉറപ്പ് തരികയാണ്. എത്ര പേർക്ക് മനസ്സിലാവുന്നു ഈ പറയുന്ന ചിന്തകൾ? കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ചില വാക്യങ്ങളോട് വായിക്കാം. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 64-ാമത്തെ വാക്യം. മത്തായി 26-ാം അധ്യായത്തിന്റെ 64-ാമത്തെ വാക്യം. ഇത് നിങ്ങൾക്കറിയാലോ. യേശുവിനെ വിചാരണ ചെയ്യുന്ന വേളയിൽ നീ ക്രിസ്തുവാകുന്നോ എന്ന് ചോദിച്ച ഗവർണറോട്, പീലാത്തോസിനോട്, ഹെരോദാവിനോടും ഒക്കെ പറഞ്ഞ മറുപടിയുടെ ഭാഗത്ത് വരുന്ന വാക്യമാണ് നമ്മൾ ഈ വായിക്കുന്ന വാക്യം. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 64-ാമത്തെ വാക്യം. യേശു അവനോട് 63 ഒന്ന് കയറ്റി വായിച്ചു. 63 ഒന്ന് കയറ്റി വായിച്ചു. യേശുവോ മിണ്ടാതിരുന്നു. 62-ാമത്തെ വാക്യം. മഹാപുരോഹിതൻ എഴുന്നേറ്റു അവനോട് നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. കോടതികൾ മാറി മാറി യേശുവിനെ വിസ്തരിക്കുകയാണ്. ഹെരോദാവിന്റെ അടുക്കിലേക്ക് കേസ് വിട്ട് തലയൂരാൻ പീലാത്തോസ് ശ്രമം നടത്തി. ഹെരോദാവ് പറഞ്ഞു, എൻ്റെ റെസ്ട്രിക്ഷനിൽ പെടുന്നതല്ലിത്, എൻ്റെ ജൂറിക്ഷനിലുള്ള സംഭവം അല്ലിത്, അവനെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഇതിനിടയിൽ മതത്തിന്റെ കോടതി യേശുവിനെ പിടിക്കുന്നതാണ് രംഗം. 26-ാം അധ്യായത്തിന്റെ 64-ാമത്തെ വാക്യം. ഇനി താഴേക്ക് വായിച്ചോ. നീ യേശു തന്നെയെന്ന് പറഞ്ഞു ചോദിച്ചതിന് 63. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു. ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് നിന്നോട് ചോദിക്കുന്നു. മഹാപുരോഹിതൻ പറയാ, ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് നിന്നോട് ചോദിക്കുന്നു. അടുത്തത്, യേശു അവനോട്, ഇനി ശ്രദ്ധിക്കണേ നിങ്ങൾ അടിവരയിട്ട്, യേശു അവനോട് ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ. ഇനി അതിന് അടിവരയിടുക. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. മഹാപുരോഹിതനോട് പറയാ, നിങ്ങൾ കാണും. അവര് കണ്ടേ പറ്റൂ. നിങ്ങളെ വാക്കിന് വിട്ടുകളയരുത്. ആ വാക്കിന്റെ അർത്ഥം അവര് കാണും, അവര് കണ്ടേ പറ്റുള്ളൂ. അവര് കാണണമെങ്കിൽ ആ തലമുറയെ സംഭവിച്ചേ പറ്റുള്ളൂ. ഇത് തന്നെയാ കർത്താവ് മത്തായി 24 പറഞ്ഞത്. ഇതൊക്കെയും സംഭവിക്കുള്ള ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. അത് തന്നെയാ കർത്താവ് മത്തായി 16:28 പറഞ്ഞത്. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിൽ ഇവിടെയുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട്. 26-ാം അധ്യായത്തിന്റെ 64-ാം വാക്യത്തിൽ മഹാപുരോഹിതനോട് സംസാരിക്കുമ്പോഴും യേശു പറയുന്നു, ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ കാണും. പർട്ടിക്കുലറായിട്ട് ഒരു ഗ്രൂപ്പിനോട് പറയുക, നിങ്ങൾ കാണും. അവര് കാണണമെങ്കിൽ അവരുടെ മരണത്തിന് മുമ്പ് വന്നിരിക്കണം, സംഭവിച്ചേ പറ്റുള്ളൂ. എത്ര പേർക്ക് ഈ പറയുന്ന ആശയം മനസ്സിലാകുന്നു? അവര് കാണണമെങ്കിൽ അവരുടെ മരണത്തിന് മുമ്പ് സംഭവിച്ചേ പറ്റുകയുള്ളൂ. അപ്പം മത്തായി 24-34 യേശു പറഞ്ഞു, ഇതൊക്കെ ആ തലമുറയിൽ നടക്കും. ഇനി തർക്കവാദികൾക്ക് അല്ലെ തർക്കിക്കുന്നവർക്ക് ആ വാക്യം പോരെങ്കിൽ
അതിനുവേണ്ടിയാ കർത്താവ് രണ്ടാമത് പറയും, ദൈവരാജ്യം അതിന്റെ മഹാശക്തിയോടെ വരുന്നത് വരെ മരണം ആസ്വദിക്കാത്ത ചിലർ ഇവിടെ നിപ്പുണ്ട്. നിൽക്കുന്നവരിൽ ചിലരുണ്ട്. 26 അധ്യായത്തിന്റെ 64 വാക്യത്തിൽ പറയുന്നു, മഹാപുരോഹിതനോട് പറയുമ്പം നീ കാണും, ആകാശമേഘങ്ങളിൽ വരുന്നത് നീ കാണും. ഇതേ കാര്യം തന്നെ മർക്കോസ് സുവിശേഷം 14 അധ്യായത്തിന്റെ 62 വാക്യത്തിലുണ്ട്. 62 വാക്യം അതുകൂടെ ഒന്ന് വേണമെങ്കിൽ, ഒരേ കാര്യം തന്നെയാണ്. മർക്കോസ് സുവിശേഷം 14 അധ്യായത്തിന്റെ 62 വാക്യം, ഞാനാകുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും. എത്ര ക്ലാരിറ്റി! എല്ലാ വാക്യത്തിലും എടുത്തു പറയുന്നതായ ഒരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള വാദഗതികൾ പിന്നത്തേതിൽ ഉണ്ടാകാൻ പറ്റുമെന്ന് സർവജ്ഞാനിയായ യേശുവിന് മുൻപേ കൂട്ടി തിരിച്ചറിയാമായിരുന്നു. അതുകൊണ്ട് താൻ ഈ വാക്യങ്ങൾ പറഞ്ഞ എല്ലാ ഭാഗത്തും എടുത്തു പറഞ്ഞത് ഈ നിൽക്കുന്നവരിൽ ചിലർ, ഇത് രണ്ടും നിങ്ങൾ പർട്ടിക്കുലർ ആയിട്ട് ഒരു ജനത്തെ ചൂണ്ടി പറയുക, അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക നിങ്ങൾ കാണും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. അടുത്ത തലമുറ കാണുമെന്നല്ല. അടുത്ത തലമുറ കാണുമെന്നല്ല, അല്ലെ 2016 വർഷം മുമ്പ് വരുന്ന ഒരു തലമുറ കാണുമെന്നല്ല പറഞ്ഞത്. ഈ തലമുറയിൽ അത് നടക്കും. വിതിൻ ദിസ് ജനറേഷൻ ഈ തലമുറ അത് കാണും. ഞാൻ മർക്കോസ് സുവിശേഷത്തിലെ ആ വാക്യം കൂടെ നമുക്കൊന്ന് വായിപ്പിക്കാം. 14 അധ്യായത്തിന്റെ 62 വാക്യം, ഞാനാകുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും. മേഘത്തെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. ഒന്ന് പറഞ്ഞ ആ വാക്ക്, നിങ്ങൾ കാണും. അപ്പൊ ആരോടാ സംസാരിക്കുന്നത്? കേട്ടവരോടാ സംസാരിക്കുന്നത്. അവരോട് പറയാണ്, ഇപ്പോൾ നിങ്ങൾ എന്നെ അടികൊള്ളുന്നവനായിട്ടും മുൾക്കിരീടധാരിയായിട്ടും കണ്ടുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ വലത്തുഭാഗത്തും മഹാതേജസ്സോടുകൂടി ഇരിക്കുന്നതും മേഘത്തെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. നിങ്ങൾ കാണും. ഒന്നുകൂടെ വേണമെങ്കിൽ ആ വാക്യം വായിച്ചു. 14 അധ്യായത്തിന്റെ 62 വാക്യം, മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും. അപ്പൊ ഇത് വളരെ വ്യക്തമാണ്. ഒരു തലമുറയോടാണ് സംസാരിക്കുന്നത്. അത് ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ഇത് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലും കർത്താവ് താൻ ഗംഭീരനാദത്തോടുകൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ വരവും ആ വരവും കൂടെ ചേർത്ത് പിടിച്ച് ഒന്നിച്ച് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നവർക്ക് ഇത് രണ്ടും രണ്ടായിട്ട് കാണാൻ പാടാണ്. പക്ഷെ ഇത് രണ്ടായിട്ട് കണ്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വേദപുസ്തകത്തോട് നീതി പുലർത്താൻ കഴിയുകയില്ല. കാരണം ഒന്ന്, ആ തലമുറയിൽ നടക്കുമെന്ന് യേശു ഉറപ്പ് തരുന്നു. ഒന്ന്, നടക്കുന്നത് വരെ മരണം ആസ്വദിക്കാത്തവർ ഇവിടെ ഉണ്ട് എന്ന് കർത്താവ് ഉറപ്പ് തരുന്നു. ഇനി സംസാരിക്കുമ്പോൾ യേശു പറയുന്നു, ദൈവരാജ്യം അതിന്റെ മഹാശക്തിയോടെ വരുന്നത് വരെ മരണം ആസ്വദിക്കാത്തവർ ഇവിടെ നിൽക്കുന്നുവെന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു. പക്ഷെ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലെ വരവ് മിന്നൽ കിഴക്കുന്ന് പുറപ്പെട്ടും പടിഞ്ഞാറ് വിളങ്ങുന്ന പോലെ അല്ല. അവിടെ മരിച്ചവരുടെ ഉയർപ്പുണ്ട്, ജീവനോടെ ശേഷിക്കുന്നവരുടെ രൂപാന്തരമുണ്ട്. പക്ഷെ ഇവിടെ മത്തായി 24 അധ്യായത്തിൽ വായിക്കുമ്പം മരിച്ചവരുടെ ഉയർപ്പുമില്ല, ജീവനോടെ ശേഷിക്കുന്നവരുടെ രൂപാന്തരവുമില്ല. അങ്ങനെ ഉണ്ടെന്ന് ആരെങ്കിലും വാദിച്ചാൽ, ഇനി പറയാം, മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ മഹാകാഹളധ്വനിയോടുകൂടെ ദൂതന്മാരെ അയക്കും, അറുതിയിൽ നിന്ന് അറുതി വരെ ലോകത്തിലുള്ളവരെ ചേർക്കുമെന്നൊരു വാക്യമുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അവിടെയും ഒരു ചേർപ്പുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ട് എങ്കിൽ എന്നോട് ഒരു സാധാരണ മറുപടി പറയുക. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇവിടെ ഓടിപ്പോകാൻ പറഞ്ഞത് ആരോടാണ്? യഹൂദയിലുള്ളവർ അന്ന് മലകളിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മലകളിലേക്ക് ഓടിപ്പോകണം. സൈന്യങ്ങൾ യെരൂശലേമിനെ ചുറ്റുമ്പം ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പം അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ എന്നൊരു ഗ്രൂപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. അതാരോടാണ് പറഞ്ഞത്? നിശ്ചയമായിട്ടും അന്ന് ഓടിപ്പോകാൻ പറഞ്ഞതും സൈന്യങ്ങൾ യെരൂശലേമിനെ ചുറ്റിയപ്പം ഓടിപ്പോയതും വേറെ ആരുമല്ല, യേശുവിൽ വിശ്വസിച്ചിരുന്ന ആ തലമുറയിൽ അത് നടക്കുമെന്ന് വിശ്വസിച്ച യഹൂദ ക്രിസ്ത്യാനികളാണ്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരോട് ഓടിപ്പോണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ പറയുന്നത് നിങ്ങളുടെ ഓടിപ്പോക്ക് ശബത്തിലോ ശീതകാലത്തിലോ സംഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചു. ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. കണ്ടോ, അവിടെ വ്യക്തമാണ്. നമുക്ക് യഹൂദനോട് സംസാരിക്കാനും നമുക്ക് ശബത്തും ഇല്ല, ശീതകാലവും ഇല്ല.
ഇനി ശീതകാലമുള്ള നാട്ടിൽ പാർക്കുന്നവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ശബത്തില്ല. ലോകത്തിൽ ശബത്തുള്ള ഏക ജാതി യഹൂദനാണ്. അത് അനുകരിച്ച് പലരും ശബത്തുപദേശമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥ ശബത്തുള്ള ലോകത്തിലുള്ള ഏക ജാതി ആരാന്നറിയോ? യഹൂദനാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് അവരോടാ സംസാരിക്കുന്നത്. മാത്രമല്ല യഹൂദയിലുള്ളവരോടാ ഓടിപ്പോകാൻ പറഞ്ഞേക്കുന്നത്. യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോട്ടെ. വീടിന് മേളിലിരിക്കുന്നവൻ വസ്ത്രം എടുക്കേണ്ടത്. തിരിച്ച് വ്യാഖ്യാനിക്കണമെങ്കിൽ തിരുവനന്തപുരത്തിന് യഹൂദിയാന്ന് വല്ല പേരിടേണ്ട വരും. നമ്മളിപ്പം ഈ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഇത് തിരുവനന്തപുരത്ത് നിന്ന് സംസാരിക്കുമ്പം തിരുവനന്തപുരത്ത് നമ്മളൊരു യഹൂദിയ എന്നൊരു പട്ടണം ഉണ്ടാക്കേണ്ടി വരും. എന്നിട്ട് തൊട്ടപ്പുറത്ത് ഒരു മലയും കൂടെ ഉണ്ടാക്കണം ഓടിപ്പോകാൻ വേണ്ടി. കാരണം എന്നാലേ അത് നമുക്ക് അനുയോജ്യമായ ഈ മല ഉണ്ടാക്കിയാലും ശീതകാലം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എന്നാ ചൂടാ എൻ്റെ പൊന്നെ. ഡിസംബർ വന്നാലും നമുക്ക് ചൂടിനൊരു കുറവുമില്ല. ഇനി ശബത്തും ശീതകാലം ഉണ്ടാക്കിയാന്ന് പറഞ്ഞാലും ശബത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ യേശു വ്യക്തമായിട്ട് പറയുന്നു, മനുഷ്യപുത്രൻ മിന്നൽ കിഴക്കുന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും. അത് സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. എന്നിട്ട് പിന്നെ പറയുന്നു, മനുഷ്യപുത്രൻ തൻ്റെ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘങ്ങളുടെ മേൽ വരുന്നത് നിങ്ങൾ കാണും. ഒന്ന് ചേർന്ന് പറഞ്ഞ ആ പദം, നിങ്ങൾ കാണും. അവസാനം നമ്മൾ വായിച്ച വാക്യമാണ് മർക്കോസ് സുവിശേഷം 14 അധ്യായത്തിന്റെ 62 വാക്യം. ഞാനാകുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും. ഇനിയാണ് നിങ്ങൾ പഴയ നിയമത്തിൽ പോയി ഈ മേഘങ്ങളുടെ മേൽ വരുന്ന അല്ലെങ്കിൽ മേഘാരൂഢനായി വരുന്ന ആ കാര്യം ഒന്ന് നിങ്ങൾ വായിക്കേണ്ടത്. എവിടെ നിങ്ങൾ പഴയ നിയമത്തെ നോക്കിയാലും പഴയ നിയമത്തിൽ ദൈവം ന്യായവിധി നടത്താൻ വന്നത് മുഴുവൻ മേഘാരൂഢനായിട്ടാണ്. മേഘങ്ങളെ വാഹനമാക്കിയാണ്. മിസ്രൈമിലേക്ക് യഹോവയായ ദൈവം വന്നത് മേഘങ്ങളെ വാഹനമാക്കിയാണ്. മേഘങ്ങളെ വാഹനമാക്കി വന്ന് ന്യായവിധി നടത്തിപ്പോകുന്ന രീതി പണ്ട് മുതലേ ദൈവത്തിനുള്ളതാണ്. എന്നാൽ ഇനി നാം പ്രിയം വെച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് വരുന്നത് ന്യായവിധി നടത്താനല്ല. പിന്നെയോ നമ്മുടെ കർത്താവ് വരുന്നത് എന്തിനാണെന്നറിയാമോ? പ്രതികാരം നടത്താനല്ല. കാരണം മുഴുവൻ പ്രതികാരവും കാൽവരി കുരിശിൽ പുത്രന്റെ മേൽ വീണ് കഴിഞ്ഞു. മാനവജാതിയോടുള്ള പ്രതികാരമാണ് പുത്രന്റെ മേൽ വീണത്. ഇനി വീട്ടാനൊരു പ്രതികാരമില്ല. ഇനി വീട്ടുമെന്ന് പറഞ്ഞ ഏക പ്രതികാരം, നിങ്ങൾ മത്തായി സുവിശേഷം 23 അധ്യായം വായിച്ചാൽ അറിയാം, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും എന്ന് കർത്താവ് പറഞ്ഞ പ്രവചന നിവൃത്തി മാത്രമാണ് ഇനി സംഭവിക്കാൻ ഇരുന്നത്. അത് വാസ്തവത്തിൽ പ്രതികാരത്തിന്റെ നിവൃത്തീകരണമല്ല, പ്രവചനത്തിന്റെ പൂർത്തീകരണം. അപ്പൊ വാസ്തവത്തിൽ അവരുടെ പട്ടണം ശൂന്യമായി തീരുമെന്നും കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ പറയുവോളം നിങ്ങൾ ശൂന്യരാകുമെന്നും, ജെറുസലേമേ ജെറുസലേമേ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻകീഴി മറയ്ക്കുന്ന പോലെ എനിക്ക് നിന്നെ മറപ്പാൻ മനസ്സായിരുന്നു, പക്ഷെ നിനക്കോ എന്നെ സ്വീകരിപ്പാൻ മനസ്സായില്ല, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും എന്ന് പറയുന്ന ആ പ്രവചനം, അത് പ്രതികാരമല്ല, അത് പ്രവചനമാണ്. ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ യഹൂദന്റെ മേൽ വന്ന് സംഭവിച്ചതൊഴിച്ചാൽ ഇനി വരുന്നത് പ്രതികാരം വീട്ടാനല്ല, പ്രതിഫലം തന്ന് നിങ്ങളെയും എന്നെയും മാനിക്കാൻ വേണ്ടിയാണ്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. എൻ്റെ പ്രിയരെ, നാം കാത്തിരിക്കുന്ന ഏറ്റവും ഭാഗ്യകരമായ ഒരു പ്രത്യാശ നിങ്ങളുടെ അരക്കെട്ടി ഉറപ്പിക്കട്ടെ ഇന്ന് രാവിലെ. അത് വേറൊന്നുമല്ല, നമ്മുടെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അത് കള്ളനെ പോലെയുള്ള വരവല്ല. കാഹളം മുഴക്കി കള്ളം വരാറില്ല. ഇത് കാഹളം മുഴക്കി രാജാതി രാജാവും ദേവാദി ദേവനും കർത്താദി കർത്താവുമായി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ക്രിയയാണ് സംഭവിക്കാനിരിക്കുന്നത്. ആ പ്രത്യാശയുള്ള മക്കൾ കരങ്ങളെ അടിച്ചുകൊണ്ട് ചില മിനിറ്റുകൾ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിക്കോ. ഹല്ലേലൂയ. അത് ദൈവരാജ്യത്തിന്റെ രാജാവ് ഇവിടെ വന്ന് വ്യാപരിക്കുന്ന ആ വാഴ്ചയാണ്. ഒരു വാക്കൂടെ ഈ സെഗ്മെന്റിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. എൻ്റെ പ്രിയരെ, നിങ്ങളുടെ കഷ്ടം മാറാൻ ഇനി കർത്താവിൻ്റെ വരവ് കാത്തിരിക്കേണ്ട ഗതികേട് നിങ്ങൾക്കില്ല കേട്ടോ. ഹല്ലേലൂയ. കാരണം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എപ്പോഴേ നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ ശക്തി ഓരോ ദിവസവും നിങ്ങളറിയാതെ നിങ്ങളിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളുടെ സകല സങ്കടങ്ങളിൽ നിന്നും
നിങ്ങളെ വിടുവിപ്പാൻ ശക്തിയുള്ളതാണ്. കർത്താവ് വരുന്നത് കഷ്ടം തീർക്കാനല്ല, രാജാവായിട്ട് വാഴാനാണ്. കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു. രണ്ട് കാഴ്ച ഒരേപോലെ കണ്ടു. ഒന്ന്, കൃഷ്ണന്റെ ഈ ഇടം നെഞ്ചില് ഇവിടുന്ന് കൃത്യം നടുക്കുന്ന ഇങ്ങനെ ഇങ്ങോട്ട് ഒരു ചൂണ്ടലിട്ട് വലിക്കുന്ന എങ്ങനെയോ അതുപോലെ പ്രയാസം വരും. അതോടൊപ്പം തന്നെ കൃഷ്ണന് ഇടത്തെ കക്ഷത്തിന് താഴെ ഇവിടെ ഞാൻ ഈ കൈവച്ചിരിക്കുന്ന സ്ഥലത്ത് ബൾബ് പോലെ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽപ്പുണ്ട്. ഉണ്ട്. എത്ര വർഷമായതാ അത്? ഇച്ചിരി വർഷമായി. എത്ര വർഷമായി? 2-3 വർഷമാവും. ഈ സമയത്ത് അതിലോട്ട് കൈവച്ചോ. എൻ്റെ കർത്താവ് എന്നെ എടുക്കുന്നു മോനെ, എൻ്റെ യേശു എന്നെ എടുക്കുന്നു. അത്ഭുതം നടന്നുകൊണ്ടിരിക്കുക. കൃഷ്ണൻ അവിടെ നിന്നപ്പോൾ കർത്താവ് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ കൃഷ്ണനെ സൗഖ്യമാക്കുവാന്ന്. എല്ലാരും ഒന്ന് യേശുവിനെ നാമം വിളിച്ചോ. ഒന്ന് കണ്ണു തുറന്ന് കണ്ടേ. കൃഷ്ണന്റെ ശരീരത്തിൽ നിന്ന് ആ ബാധ ഒഴിഞ്ഞു പോകുന്നു. വിട്ടുമാറ. ഇന്ന് കർത്താവ് ഈ വചന കേൾവിയിൽ എന്നോട് ചേർന്ന് കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുവിൻ്റെ, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പുനരാഗമനവും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഇന്ന് ആ കൃപ ഓരോ മക്കളിലേക്കും ധാരാളമായിട്ട് പെരുകട്ടെ. ആ തലമുറയിൽ യേശു നടക്കുമെന്ന് പറഞ്ഞ മേഘപ്രത്യക്ഷതയും തലമുറകളുടെ ദൈർഘ്യം സമയവും കാലവും ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞ മഹത്വ പ്രത്യക്ഷതയും തമ്മിൽ ഒരുമിച്ച് ചേർക്കുന്ന മക്കളിത് കേൾക്കുന്നുവെങ്കിൽ അവർ കണ്ണു തുറന്ന് കാണട്ടെ. അവരെ ദൈവം വിളിച്ചിരിക്കുന്ന കോപത്തിന് വേണ്ടിയല്ല, അവരെ ദൈവം വിളിച്ചിരിക്കുന്നത് പകലിനുള്ളവരാകയാൽ. ഓ ഹല്ലേലൂയ, പകലിനുള്ളവരാകയാൽ അവരെ ദൈവം വിളിച്ചിരിക്കുന്ന വെളിച്ചത്തിന്റെ മക്കളായിട്ടാണ്. അതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.